ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീമദ്ദേവി മഹാഭാഗവതം 9-ാം സ്കന്ധത്തിൽ 45-ാമത്തെ അധ്യായത്തിൽ ദക്ഷിണ സുശീല എന്ന ആ ഗോപിക ദക്ഷിണയായി മാറിയ കഥ പറയുകയാണ്. ഇതിൽ ഗോലോകത്തുനിന്ന് പല ഗോപികമാരും ഭൂമിയിൽ വന്ന് അവതരിച്ചു. അവരൊക്കെ അവരവരുടേതായിട്ടുള്ള ധർമ്മങ്ങളെ ചെയ്തു എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതേപോലെ തന്നെ അമ്മയുടെ ലീലകൾ സകല സ്വരൂപം സ്വീകരിച്ചുകൊണ്ട് പലതും ചെയ്തു എന്ന് നമുക്ക് 9-ാമത്തെ സ്കന്ധത്തിൽ തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി. അപ്പോൾ അതിൽ ഭാരതി വാണി സരസ്വതി അതേപോലെ തന്നെ ലക്ഷ്മി തുളസി പത്മാവതി ലക്ഷ്മി, അതേപോലെ ഗംഗയ്ക്കും ധാരാളം പേരുകളുണ്ട്. ഗംഗയും ലക്ഷ്മിയും സരസ്വതിയും ആണ് വിഷ്ണുവിൻ്റെ 3 പത്നിമാരായിട്ട് പറയുക. എങ്കിലും തുളസിക്ക് ഒരു അഡീഷണൽ പദവി കൂടിയുണ്ട്. അങ്ങനെ 4 പത്നിമാർ എന്നാണ്. ഇതൊക്കെ രാധയിൽ നിന്നും ഉണ്ടായതായതുകൊണ്ട് രാധയും അതിൽ പെടും. ഇങ്ങനെ 5 പേര് അങ്ങനെ പറയാറുണ്ട്. പിന്നീട് ഭഗവാന്റെ അനുവാദത്തോടു കൂടിയിട്ടാണ് ഗംഗ ശിവൻ്റെ ആയതും സരസ്വതി ബ്രഹ്മാവിൻ്റെ ആയതും അതേപോലെ തുളസിയും പത്മാവതി നദിയും സസ്യവും ജീവജാലങ്ങൾക്ക് വേണ്ടിയിട്ട് ഭൂമിയിൽ പ്രത്യേകമായിട്ട് വന്നതും ഒക്കെ. അപ്പം അങ്ങനെ രാധ ഒരിക്കൽ കൃഷ്ണനുമായിട്ട് ചെറിയൊരു പിണക്കം, അത് വിരജയുമായിട്ട് സല്ലപിച്ച് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ കുറച്ചൊരു ശുണ്ഠി വന്നു. സപത്നി മത്സരം, ഞാൻ ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനാ വിരജ? കൃഷ്ണൻ എല്ലാ ഗോപികമാരും ഒരേപോലെയാണ്. പക്ഷേ രാധയ്ക്ക് അങ്ങനെയല്ല, കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് രാധ കുറേശ്ശെ ശുണ്ഠി എടുക്കുകയൊക്കെ ചെയ്യും. രാധയ്ക്ക് അറിയാനിട്ടല്ല, എങ്കിലും രാധ അങ്ങനെയാണ്. അപ്പോൾ ആ വിരജ കൃഷ്ണൻ്റെ ഒപ്പം നിൽക്കുന്നത് കണ്ടപ്പോൾ വിരജയോട് ദേഷ്യം വന്നു, ചുണ്ടെടുത്തു. അപ്പോൾ വിരജ അവിടെ നിന്ന് പേടിച്ചിട്ട്, രാധാ പേടി അങ്ങനെയാണ്, അങ്ങനെ മറഞ്ഞു. പിന്നെ വിരജ ചതുസിന്ധുക്കളായിട്ട് മാറിയെന്ന 4 മറ്റേ മക്കൾക്ക് ജന്മം കൊടുത്തു എന്ന കൃഷ്ണനിൽ നിന്ന്. ശ്രീകൃഷ്ണൻ്റെ പുത്രന്മാരായിട്ടാണ് വിരജയിൽ 4 സമുദ്രങ്ങളുണ്ടായത് എന്നാണ്. ചതുസിന്ധു എന്നാ പറയുക, 4 സമുദ്രം. പിന്നീടാണ് അത് 7 സമുദ്രമായത്. അത് പ്രിയവ്രതൻ്റെ കാലത്താണ്. അതേപോലെ തന്നെ ഈ രാധ പറയണു, വിരജയിൽ ഇതുപോലെ അനുരാഗം ഉണ്ടായപ്പോൾ, വിരജ മാത്രമൊന്നുമല്ല, നീയൊരു വിടനാണ്, എല്ലാ കാമുകിമാരെ നീ സ്വീകരിക്കുന്നുണ്ട്, അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ചൊരു ആക്ഷേപം പറയുക വെച്ചാൽ, എനിക്ക് കിട്ടണില്ല, എനിക്കാണ് കിട്ടേണ്ടത് എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ഒരിക്കലും ശോഭ എന്നുള്ള ഒരു ഗോപി ചമ്പകക്കാട്ടിൽ വെച്ചിട്ട് ലയിക്കുന്ന സമയത്ത് അത് കണ്ടുവന്നപ്പോൾ ശോഭ പേടിച്ച് ചന്ദ്രനിൽ ലയിച്ചു എന്നാണ്. അപ്പോൾ ചന്ദ്രൻ്റെ ഈ ശോഭയ്ക്ക് കാരണം അത് ചന്ദ്രൻ്റെ ഗോളത്തിലേക്ക് എന്ന് പറയുക, അല്ലെങ്കിൽ ആ ചന്ദ്രൻ്റെ രൂപത്തിലേക്ക് ഈ ശോഭ എന്ന ഗോപിക പൂർണ്ണമായിട്ട് ലയിച്ചു. അതുകൊണ്ടാണ് ഭഗവാൻ അത് ശോഭ കുറച്ച് വീതിച്ചു കൊടുത്തു. ചന്ദ്രന് മാത്രമല്ല, അതിനേക്കാൾ കൂടുതലുണ്ട്. ചന്ദ്രന് മാത്രം ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അതുകൊണ്ട് രത്നം, സ്വർണം, സ്ത്രീമുഖം, സ്ത്രീകളുടെ മുഖത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. പുരുഷമുഖത്തിന് അതില്ല. പുരുഷമുഖത്തിന് വീര്യമാണ്. മറ്റേത് ഈ ലാസ്യം, ശൃംഗാരം, ആകർഷകത്വം, ഒരു ശോഭയുണ്ടാവും സ്ത്രീമുഖത്തിന്. അതേപോലെ രാജാവ്, പൂക്കൾ, ഈ തളിരില, അതേപോലെ പഴം, പിന്നെ ബ്രാഹ്മണ ഗ്രഹങ്ങൾ, പാല്, ഇതിനൊക്കെ ഒരു ശോഭയുണ്ട്. ബ്രാഹ്മണനും കാത്തു സൂക്ഷിക്കണം, അല്ലാത്ത ദിക്കിലും ഉണ്ടാവില്ല, എല്ലാ ദിക്കിലും ഇതുണ്ടാവില്ല. അതേപോലെ തന്നെയാണ് മറ്റൊരു തോഴിയാണ് പ്രഭ. ആ പ്രഭ വൃന്ദാവനത്തിൽ വെച്ചിട്ട് ഇതേപോലെ കൃഷ്ണനുമായിട്ട് സംഗമിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പ്രഭ രാധയെ കണ്ടു, പേടിച്ചു, സൂര്യനിലാണ് ചെന്ന് ചേർന്നത്. അതേപോലെ തന്നെ പ്രഭയെ കണ്ണുകൾക്ക്, അഗ്നിക്ക്, യക്ഷ, ദേവ, പുരുഷ, നാഗം, അതേപോലെ വിഷ്ണു ഭക്തന്മാർക്ക്, ബ്രാഹ്മണർക്ക്,
പിന്നെ യശസ്സുള്ളവർക്കൊക്കെ ഈ പ്രഭ വീതിച്ച് കൊടുത്തു കൃഷ്ണൻ. അതേപോലെ മറ്റൊരു തോഴി ശാന്തി രാധയെ പേടിച്ച് നേരെ കൃഷ്ണനിൽ പൂർണ്ണമായിട്ട് അലയിച്ചു. അപ്പോൾ കൃഷ്ണൻ്റെ ഭക്തന്മാർക്കായിട്ട് കുറച്ച് പേർക്ക് ശാന്തി അത് കൃഷ്ണൻ കൊടുക്കുകയും ചെയ്തു. സാത്വിക ഗുണം സ്ഥിരമായിട്ട് ശീലമായിട്ട് കൊണ്ടു നടക്കുന്ന ഭക്തന്മാർക്ക്, ശിവനെ പോലെയുള്ളവർക്ക്, ശിവൻ സംഹാരമൂർത്തിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. അതേപോലെ വിഷ്ണു ശാന്തി ആണ് സദാസമയത്തും, അസുരന്മാരെ കൊന്നു വിചാരിച്ചിട്ട് അതില്ല. അതേപോലെ കാട്, ഘോര വനം, ദണ്ഡക കാനനം ഒക്കെ ശാന്തിയാണ്. അവിടെ ഹിംസ്ര മൃഗങ്ങളുണ്ടാവും, പെരുമ്പാമ്പ് തൊട്ടുള്ള അതുപോലെ പ്രാണിവർഗ്ഗങ്ങളൊക്കെ വലിയ ശല്യം തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, ശാന്തി ഏറ്റവും കൂടുതൽ കാട്ടിലാണ്. അതുകൊണ്ടാണ് ഋഷിമാർ തപസ് ചെയ്യാൻ അങ്ങോട്ട് പോകണം. പിന്നെ ബ്രഹ്മാവ് എപ്പോഴും ശാന്തന, ശതധൃതി എന്നാണ് ബ്രഹ്മാവിൻ്റെ പേര്, പക്ഷേ ശാന്തനാണ്. അത് വലിയൊരു പാഠമാണ്. നമ്മൾ ധാരാളമായിട്ട് ജോലി ചെയ്യുക, അതുപോലെ ടൈറ്റായിട്ട് ഈ സമയക്രമം, ടൈറ്റ് ഷെഡ്യൂൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണെങ്കിലും ശാന്തി അനുഭവിക്കാൻ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു, അത് ബ്രാഹ്മണരുടെ ഒരു കഴിവാണ്, അത് ഭഗവാനാൽ കൊടുക്കപ്പെട്ടതാണ്. അതേപോലെ ലക്ഷ്മിയിൽ, രാധയിൽ ഭക്തന്മാർക്ക്, തപസ്വികൾക്ക് ധർമ്മം മാത്രം, സത്യം, ധർമ്മം അത് ശീലിക്കുന്നവർക്ക്, തപസ്, ശുദ്ധി, ദയ, സത്യം 4 ധർമ്മത്തിൻ്റെ പാദങ്ങളാണ്. അപ്പോൾ ധാർമ്മിക കർമ്മങ്ങൾ ചെയ്യുന്നവർക്കും ഈ ശാന്തി കിട്ടുന്ന. അതിലേറ്റവും പ്രധാനം നമ്മുടെ കയ്യിലൊന്നും സമ്പാദ്യം ഉണ്ടാവരുത് എന്നാണ്. സമ്പാദ്യം കൂടുതലായി കഴിഞ്ഞാൽ അശാന്തി വരും. അങ്ങനെ ഓരോന്നും ഉണ്ട്. പ്രധാനം കൊണ്ട് അത് ശുദ്ധമാക്കുക. അതേപോലെ മറ്റൊന്നും മനസ്സിലേക്ക് കയറ്റാതിരിക്കുക. എല്ലാറ്റിനെയും ഒരു അവോയ്ഡിങ് എന്ന് പറയാം. അതല്ല വെച്ചാൽ ഒരു നെഗ്ലക്റ്റ് ചെയ്യുക, അങ്ങനെയല്ലേ, ഒരു ഗവനിക്കാതിരിക്കുക. അങ്ങനെയൊക്കെ ശാന്തി വരുന്ന പറയാം. വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ അതാണ് കൃഷ്ണൻ്റെ പ്രത്യേകത. വിഷ്ണുവും അങ്ങനെ വരാനുള്ള കാരണം അതാണ്. പിന്നെ മറ്റൊരു തോഴിയാണ് ക്ഷമ. ആ ക്ഷമ ഭൂമിയിലാണ് പൂർണ്ണമായിട്ട് ചേർന്നത്. ഇങ്ങനെ ക്ഷമയും കുറച്ച് ആൾക്കാർക്ക് വീതിച്ചു കൊടുത്തു എന്നാണ്. വിഷ്ണു ഭക്തന്മാർക്കാണ് ഏറ്റവും കൂടുതൽ ക്ഷമയുണ്ടാവുക, ധാർമ്മികർക്ക്. അതേപോലെ ദുർബലർക്കുണ്ടാവും, ജ്ഞാനികൾക്കുണ്ടാവും, പിന്നെ ദേവന്മാർക്കുണ്ടാവും, മുനികൾക്കുണ്ടാവും. ഇങ്ങനെ സാമാന്യേന ഈ തോഴികൾ, ഇപ്പോൾ പ്രഭയാണെങ്കിൽ ചന്ദ്രന്, പ്രഭയാണെങ്കിൽ സൂര്യന്, ശോഭയാണെങ്കിൽ ചന്ദ്രന്, ശാന്തിയാണെങ്കിൽ കൃഷ്ണന്, ക്ഷമയാണെങ്കിൽ ഭൂമിക്ക്, ഇങ്ങനെ വീതിച്ചു കൊടുത്തു. ഇതൊക്കെ രാധ ഇങ്ങനെ വിരജ ആയിട്ട് ലയിക്കുന്നത് കണ്ടപ്പോൾ ശുണ്ഠി എടുത്തിട്ട് പറഞ്ഞതാണ്. അങ്ങനെ ഗംഗയെ ഒന്നങ്ങോട്ട് നോക്കി. അപ്പോൾ ഗംഗയ്ക്ക് മനസ്സിലായി തന്നെയും ഇതേപോലെ എന്തെങ്കിലും അബദ്ധത്തിൽ കൊണ്ട് കൊടുക്കും എന്ന്. അപ്പോൾ ഗംഗ എന്ത് ചെയ്തു? കൃഷ്ണൻ്റെ കാലിൽ അങ്ങോട്ട് ചെന്ന് ലയിച്ചു. ആർക്കും കാണാൻ സാധിച്ചില്ല. ഗംഗ വെള്ളമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ രാധ ആചമനം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയുണ്ടായത്. പിന്നെ പുറത്തേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അത് കണക്കാക്കിക്കൊണ്ട് ഗംഗ നേരെ കൃഷ്ണൻ്റെ പാദത്തിൽ അങ്ങോട്ട് മറിഞ്ഞു. എല്ലാ ദിക്കിലും തെരഞ്ഞു എന്നാണ്. രാധ സ്വതവേ കൃഷ്ണൻ്റെ പാദാശ്രിതയല്ല, കൃഷ്ണനിൽ പൂർണ്ണമായിട്ട് വിലയിച്ച ഭാവമാണ് രാധ. അതുകൊണ്ട് പാദത്തിൽ അത്ര ശ്രദ്ധിച്ചില്ല. രാധയ്ക്ക് കാണാൻ പറ്റാത്തതായിട്ടോ അറിയാൻ പറ്റാത്തതായിട്ടോ ഒന്നുമില്ല. എങ്കിലും അവിടെ കൃഷ്ണൻ്റെ ഒരു മായ. ഏതായാലും ആ ഗംഗ മറിഞ്ഞോട് കൂടിയിട്ട് ജീവൻ ജലത്തിന് വല്ലാതെ കണ്ട് വിഷമിച്ചു. ജലം കിട്ടാണ്ടേ. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞ് ഗംഗയെ സ്തുതിച്ചു. പിന്നെ രാധാ പേടി തീർത്തു കഴിഞ്ഞാൽ ഞാൻ പുറത്തേക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഗംഗയെയും സ്തുതിച്ചു, രാധയെയും സ്തുതിച്ചു, കൃഷ്ണനെയും സ്തുതിച്ചു. എല്ലാവരും, ഒരാളല്ല, എല്ലാവരും ഒരേപോലെ. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ഇന്ദ്രൻ, ചന്ദ്രൻ, സൂര്യൻ, ധർമ്മൻ, മനുക്കൾ, മുനിമാർ, സിദ്ധ, ദേവർഷി, മുഖ്യർ എല്ലാവരും ആ പരാൽപരൻ കൃഷ്ണനെ അല്ലെങ്കിൽ രാധയെ എല്ലാവരും നന്നായിട്ട് സ്തുതിച്ചു എന്നാണ്. അങ്ങനെ കൃഷ്ണൻ രാധയോട് കൂടിയിട്ട് പ്രത്യക്ഷ ദർശനം കൊടുക്കുക. ഇതൊക്കെ കൃഷ്ണനിൽ നിന്നാണ് ഇത് മുഴുവൻ വന്നത്. കൃഷ്ണൻ പിന്നെ സന്തോഷിപ്പിച്ചത്
രാധയ്ക്ക് രാസക്രീഡ ചെയ്തു കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ ഈ മറ്റ് തോഴികളൊക്കെ ഒരേപോലെ കൂടുകയും ചെയ്തു. അതിന് രാധയ്ക്ക് ആക്ഷേപമില്ല. ഇനി ഏറ്റവും കൂടുതൽ എന്നെയാണ് പരിഗണിക്കേണ്ടത് എന്ന് മാത്രമേ രാധയ്ക്കുള്ളൂ. അപ്പം അങ്ങനെയുള്ള രാധാകൃഷ്ണന്മാരെ നല്ലോണം അറിയാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവ് ഒരിക്കൽ പോയിത്രേ ഗോലോകത്തിലേക്ക്. ആരാ രാധ ആരാ കൃഷ്ണൻ എന്ന് മനസ്സിലായില്ല എന്നാ. കൃഷ്ണനിൽ രാധയെ കണ്ടു, രാധയിൽ കൃഷ്ണനെ കണ്ടു, രാധയെ കൃഷ്ണനായിട്ട് കണ്ടു, കൃഷ്ണൻ രാധയായിട്ട് കണ്ടു. അപ്പോൾ ബ്രഹ്മാവിന് ആകെ കൂടിയിട്ട് ഒരു വല്ലാത്ത അവസ്ഥ വന്നു. ഒന്നും വേർതിരിച്ചറിയാൻ സാധിക്കണില്ല. അപ്പോൾ വല്ലാതെ കണ്ട് ആശ്രയിച്ചു, പരിഭ്രമിച്ച് പേടിച്ച്. കൃഷ്ണനല്ലാണ്ട് ഇനി രക്ഷിക്കാൻ ആളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമർപ്പണം, ആത്മനിവേദനം അത് ഭഗവാൻ മായ പിൻവലിച്ചു. എല്ലാ രീതിയിലും കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് രാധ വല്ലാതെ കണ്ട് ഈ വിരജ പോയ സമയത്ത് ബ്രഹ്മാവിൻ്റെ ഈ പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞ് ആ ഒരു പ്രത്യേക സന്ദർഭത്തിൽ രാധയുടെ ഈ ദുഃഖം അത് പറയുന്നുണ്ട്. കൃഷ്ണ എന്തിനാ, കൃഷ്ണനൊന്നും മറിഞ്ഞു അതിൻ്റെ ഇടയ്ക്ക്. രാധയ്ക്ക് കൃഷ്ണനെ കാണാനുണ്ടായി. എന്താ, കൃഷ്ണൻ മുമ്പിലുണ്ട്. അത് ഈ ഗംഗയോടുള്ള നീരസം, അതാണ് കാരണം. അപ്പോൾ ഒന്ന് അടുത്തേക്ക് വരൂ, എന്നെ രക്ഷിക്കൂ. എന്തിനാ എന്നോട് ഈ അകൽച്ച? ചാലേ വന്നാലുമെൻ ചാരേ കൃഷ്ണ പ്രാണാധിനായക, പ്രാണൻ പിടയ്ക്കുന്നു നാഥ മമ പ്രാണപ്രിയേശ്വര. ഒന്നിൻ മുമ്പിലണഞ്ഞാലും നാഥനാഥ മനോരമാം. അപ്പോൾ രാധ അങ്ങനെയാണ്. രാധയ്ക്ക് എപ്പോഴും കൃഷ്ണനെ വേണം. നമ്മൾ ഭാഗവതത്തിൽ കേട്ടിട്ടുണ്ടാവും, ഭ്രമരഗീതത്തിലൊക്കെ 10ാമത്തെ സ്കന്ധത്തിൽ 47ാമത്തെ അധ്യായത്തിൽ 50ാമത്തെ ശ്ലോകം. ഹേ നാഥ ഹേ രമാനാഥ വ്രജനാഥാർത്തിനാശന മഗ്നമുദ്ധര ഗോവിന്ദ ഗോകുലം വ്രജിനാർണവാത്. രാധ ഉൾപ്പെടെയുള്ള എല്ലാ ഗോപികമാരും ഒരുമിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ ഉദ്ധരിക്കണേ, ഭഗവാങ്കലിലെത്തിക്കണേ. അതേപോലെ തന്നെയാണ് 30ാമത്തെ സ്കന്ധത്തിൽ 10ാമത്തെ സ്കന്ധത്തിൽ 30ാമത്തെ അധ്യായത്തിൽ രാസലീലയിൽ 40ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഹാ നാഥ രമണ പ്രേഷ്ഠ ക്വാസി ക്വാസി മഹാഭുജ ദാസ്യാസ്തേ കൃപണായാ മേ സഖേ ദർശയ സന്നിധിം. അങ്ങ് എവിടെ ഇരിക്കണം? അങ്ങ് എങ്ങനെ മറിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? ഞങ്ങളോടുള്ള ലേശം കൃപ കാണിക്കൂ, ഞങ്ങളുടെ മുമ്പിൽ വരൂ, രാസക്രീഡയിൽ ഞങ്ങൾ ആനന്ദിച്ചത് ആ അനുഭവത്തെ വീണ്ടും തരൂ. അപ്പോൾ ഈ രാധയ്ക്ക് ഒരിക്കലും കൃഷ്ണനെ പിരിയുക എന്നത് സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഈ രാധ ദക്ഷിണയെ ഇതേപോലെ ഒന്ന് എന്നുവെച്ചാൽ സുശീല എന്നുള്ളൊരു ഗോപിയാണ്. ആ ഗോപി ഇതേപോലെ ദക്ഷിണയായിട്ട് മാറിയ കഥയാണ്. ചൊല്ലെഴും മധുരം സ്വാഹാസ്വഥാഖ്യാനമുരച്ചു ഞാൻ, ദക്ഷിണാഖ്യാനമിതി ഞാനോതുവൻ കേൾക്ക സാദരം. ഉണ്ടായി സുശീലാഭിതയായി കൃഷ്ണപ്രേയസിയായി പുരാരാധയെപ്പോൾ ധന്യയായി സമ്മാന്യയാം ഒരു സുന്ദരി. ഇപ്പം രാധ എന്നുള്ള ആ ഗോപിക്ക് തോഴിമാരായിട്ട് 8 ഗോപികമാർ, അതേപോലെ 110 കോടി ഗോപികമാർ തോഴികളായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അതിൽ പ്രധാനയാണ് ഈ സുശീല എന്നുള്ള ആ ഗോപിക. അപ്പോൾ അവർക്കൊക്കെ കൃഷ്ണനുമായിട്ട് വലിയ അടുപ്പമാണ്. അഷ്ടഗോപന്മാരും അഷ്ടഗോപികമാരും വളരെ പ്രാധാന്യമാണ് രാധയ്ക്കും കൃഷ്ണനും, തോഴന്മാരും തോഴികളും ആയിട്ട്. അപ്പോൾ സുശീല എന്നുള്ള പേര് കൊണ്ട് തന്നെ അത്രയും സുന്ദരി മാത്രമല്ല, നല്ല ശീലം എന്നർത്ഥം. വളരെ ബഹുമാനത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ അർഹതപ്പെട്ടത് മാത്രം സ്വീകരിക്കുന്ന ശാന്തയായിട്ടുള്ള, അങ്ങനെ അനവധിയുണ്ട്. സുശീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ. അങ്ങനെയുള്ള ആ സുശീല കൃഷ്ണനുമായിട്ട്
സംഗമിക്കുന്നത് കണ്ടു. രാധയ്ക്ക് സങ്കടമായി. അപ്പോൾ രാധ അങ്ങോട്ട് വരുന്ന കണ്ട സമയത്ത് കൃഷ്ണൻ മറഞ്ഞു. അപ്പോൾ സുശീല ഒറ്റയ്ക്കായി. സുശീല ഈ കൃഷ്ണനുമായിട്ട് രമിക്കുന്നത് ഞാൻ കണ്ടു, അതുകൊണ്ടാണ് കൃഷ്ണൻ മറിഞ്ഞത് എന്ന് രാധയ്ക്ക് തോന്നി. അപ്പോൾ രാധ ഇനി ചുണ്ടിയെടുക്കാൻ പോവുകയാണ് എന്ന് മനസ്സിലായപ്പോൾ സുശീല നല്ല ശീലയാണ്, അതുകൊണ്ട് മാപ്പപേക്ഷിച്ചു രാധയോട്. കൃഷ്ണൻ മറിഞ്ഞിറക്കണു. പൊറുക്കണേ രാധേ ദേവി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പലവട്ടവും പ്രദക്ഷിണം വെച്ച് തൊഴുത് നമസ്കരിച്ച് 3,00,000 കോടി ഗോപന്മാർ സുധാമാദികളൊക്കെയും പ്രാപിച്ചു ശരണം രാധാപദതാരിണ പേടിയാൽ. എന്തെങ്കിലും ചെയ്യോ എന്ന് വിചാരിച്ച് ഗോപന്മാർ കൂടി ഒപ്പാണ്ട് ചെന്നതാ. രാധയെ ഒന്നും ചെയ്യരുത് കേട്ടോ, രാധയെ ശപിക്കരുത് കേട്ടോ, രാധയെ ഞങ്ങളെ രക്ഷിക്കണം കേട്ടോ, ഞങ്ങളുടെ ആശ്രയം അങ്ങാണ് കേട്ടോ. ഗോപന്മാരാണ് പറയണത്. ആർക്ക് വേണ്ടിയിട്ട്? സുശീലയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ രാധ പറയാണ്, ഈ കൃഷ്ണൻ ഇപ്പോൾ ഇവിടെ നിന്നും എന്നെ പേടിച്ചിട്ടല്ലേ തടി തപ്പിയതെന്നാണ് ചോദ്യം. അതിന് കാരണക്കാരി സുശീലയല്ലേ. അപ്പോൾ അതുകൊണ്ട് രാധ പറഞ്ഞു, ശുണ്ടി അടക്കാൻ പറ്റിയിട്ടില്ല ഇവിടെ. ഇന്ന് തൊട്ട ഗോപി ഗോലോകത്തിൽ വീണ്ടും അണഞ്ഞിടിൽ, ആ മാത്രയിൽ താൻ വെണ്ണീറായി ഭവിക്കും അവൾ നിർണയം. അവിടെ നിന്ന് പുറത്താക്കല്ല ഉണ്ടായത്. ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഭസ്മാവുന്ന. അപ്പോൾ പുറത്തായി എന്നുള്ളവർ ഉറപ്പായില്ലേ. പുറത്താക്കണതിൻ്റെ മുന്നേ അത്ര ചുണ്ടിയാണ്. ക്ഷിപ്ര ഗോപിയാണ്, എന്നാലോ എന്തൊരു സ്നേഹം ചോദിച്ചാലും ശരിയ. അങ്ങനെയാണ്. ഒരിക്കൽ ഇതുപോലെ ഒരു ഗോപി എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സുധാമാവിന് ചുണ്ടി വന്നു. കൃഷ്ണനെ ചീത്ത പറഞ്ഞു രാധ എന്നാ കാരണം. അപ്പോൾ തല്ലാനൊക്കെ ചെല്ലി അങ്ങനെയൊക്കെ ഉണ്ടായി. ഏതായാലും ആ സുധാമാവിനെ ശപിച്ച് അവിടെ നിന്നും പുറത്തേക്കാക്കി. ആ സുധാമാവാണ് ശംഖചൂടനായിട്ട് ഇവിടെ അസുരനായിട്ട് ജനിച്ച്. അപ്പോൾ സുധാമാവിന് തുളസിയോട് ചെറിയൊരു താല്പര്യം ഉണ്ടായിരുന്നു, അത് സാധിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഭഗവാന്റെ ഒരു ലീലയാണ്. തുളസി ആ സമയത്ത് ഇതേപോലെ തന്നെ ഇവിടെ പല ജന്മങ്ങളിലൂടെ മായാസീതയായിട്ടും പാഞ്ചാലിയായിട്ടും വേദവതിയായിട്ടും തുളസിയായിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. ആ തുളസി ഈ സമയത്ത് ഇവിടെ ശംഖചൂടനുണ്ട്, തുളസിയുണ്ട്. ബ്രഹ്മാവ് രണ്ടുപേരെയും കൂടി കൂട്ടി യോജിപ്പിക്കുകയും ചെയ്തു. അത് അര നിമിഷം എന്നോ അല്ലെങ്കിൽ അര ലവമെന്നോ ഒറ്റേ ഉള്ളൂ. അത്ര കുറച്ച് സമയമേ ഗോലോകത്തിലെ ആ സമയവും ഇവിടെ 2 മന്വന്തരമുണ്ട്. ഈ ശംഖചൂടൻ്റെ ഭരണകാലം വളരെ കൂടുതലാണ്. സാധാരണ ഒരു അസുരം ഭരിച്ചു കൊടുത്തിട്ടല്ല, അതിനേക്കാൾ കൂടുതലുണ്ട്. കാരണം ഈ തുളസിയുടെ പാതിവ്രത്യതൊക്കെയാണ് കാരണം. വിഷ്ണുവിൻ്റെ അനുഗ്രഹം, കൃഷ്ണൻ്റെ മന്ത്രം, കവചം പലതുമുണ്ട്. ഭക്തനാണെന്നർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള ആ രാധയുടെ ഈ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് എല്ലാ ഗോപന്മാരും കാല് പിടിച്ചത്. അപ്പോൾ രാധയ്ക്ക് കൃഷ്ണൻ മറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഓരോ നിമിഷവും കോടി യുഗങ്ങളായിട്ട് തോന്നിയെന്ന വിരഹം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് നിയമങ്ങളെയൊക്കെ പറഞ്ഞുകൊണ്ട് അത് വായിക്കാം. അത് പറഞ്ഞാൽ അത്ര നേരെ വനിച്ചില്ല. രാധാകൃഷ്ണനെ വിളിച്ച് കരയാണ്. ചാലേ വന്നാലുമെൻ ചാരേ കൃഷ്ണപ്രാണാധിനായക, പ്രാണൻ പിടയ്ക്കുന്നു നാഥ മമ പ്രാണപ്രിയേശ്വര. സ്ത്രീഗർവം വളരും ഭർത്തൃസൗഭാഗ്യത്താൽ ദിനം പ്രതി പെരുകും സുഖവും ശ്രേഷ്ഠം. അതിനാൽ ഭർത്തൃസേവതാൻ കുലസ്ത്രീകൾക്കു പതിതാൻ ബന്ധുവും കുലദൈവവും ഐശ്വര്യവും മൂർത്തിമത്താം ഭോഗവും ഗതിയും സദാ. ധർമ്മവും സുഖവും നിത്യപ്രീതിയും ശാന്തി മാനവും സമ്മാനിപ്പവനും മാനം കെടുക്കുന്നവനും പതി. ഭർത്താവില്ലാച്ചാൽ ആ സ്ത്രീ ദുഃഖിത തന്നെയാണ്. ഭർത്താവുണ്ടെങ്കിലോ മാനസികമായിട്ടും ശാരീരികമായിട്ടും സുഖമാണ്. കുലസ്ത്രീകൾക്ക്, പതിവ്രതകൾക്ക് ഇത് നല്ലവണ്ണം അനുഭവിക്കാനും സാധിക്കും. ഈശ്വരൻ കുലദൈവമായിട്ട് ഭർത്താവിനെ കാണണമെന്ന്. അപ്പോൾ ജീവിതം തന്നെ ആർക്ക് വേണ്ടിയിട്ടാണ്? ഈശ്വരന് വേണ്ടിയിട്ടാണ്. ആ ഈശ്വരൻ ആരാണ്? ഭർത്താവായിട്ട് വന്നിരിക്കുക. അവിടെ ധർമ്മം ഉണ്ടാവും, സുഖം ഉണ്ടാവും, ശാന്തി ഉണ്ടാവും, പ്രീതി ഉണ്ടാവും. അതേപോലെ തന്നെ ഭർത്തൃ വിരോധമായിട്ട് ചെയ്യുകയാണെങ്കിലോ എല്ലാ സുഖവും നഷ്ടപ്പെടുത്തും. മാനാഭിമാനം പോലും ഇല്ലാത്തൊരവസ്ഥ വരും. ഉത്കൃഷ്ടന്മാരിൽ ഉത്കൃഷ്ടൻ
ബന്ധുവർദ്ധനനും പതി. സ്ത്രീകൾക്ക് ബന്ധുവായി മറ്റിൽ അന്യൻ ഭർത്തൃസമാനനായി. ഇപ്പോൾ മക്കളുണ്ടാവും, മക്കൾക്ക് കല്യാണം, അപ്പോൾ കൂടുതൽ ബന്ധുക്കൾ, അങ്ങനെ ഭർത്താവിനോട് ചേരുമ്പോൾ ഒരു സ്ത്രീക്ക് ഈ ബന്ധുബലം ഇങ്ങനെ വർദ്ധിച്ച് വരും. ഇനി ആരാ ഭർത്താവ് എന്ന് പറയുകയാണ്. ഭരണം കൊണ്ടു ഭർത്താവ് പാലിക്കുന്നതിനാൽ പതി. കാമമേകുകയാൽ കാന്തൻ സ്വാമി ദേഹേശനാകയാൽ. സുഖാഭിവൃദ്ധിയാൽ മിത്രം പ്രിയനാവുകയാൽ പ്രിയൻ. ഐശ്വര്യദാനത്താലീശൻ പ്രാണേശൻ പ്രാണനാകയാൽ. രതിയാൽ രമണൻ മറ്റിൽ ഇത്രയ്ക്കും പ്രിയനായൊരാൾ. ഭർത്തൃബീജത്തിലുണ്ടാക കൊണ്ടല്ലേ പ്രിയനായി സുതൻ. 100 മക്കൾക്കുമീതെ താൻ കുലസ്ത്രീകൾക്കു തൻ പതി. കുലമറ്റവരെ മാനിക്കാതിരിക്കൂ സ്വകാന്തനെ. ഇപ്പോൾ സ്ത്രീയെ ഭരിക്കുന്നത് സ്വതവേ ഭർത്താവാണ്. കീഴ്പ്പെടുക എന്നൊരു അർത്ഥമാണ് ഭാര്യയ്ക്ക്. ഭാര്യ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. പാലിക്കുന്നു ഭർത്താവ്, അതുകൊണ്ട് പതി എന്ന പേര്. കാമുകഭാവത്തിലാണ് കാന്തനായിക്കൊണ്ട് ഭർത്താവിനെ കാന്തൻ എന്ന് പറയാനുള്ള കാരണം അതാണ്. അതേപോലെ ഈ ദേഹത്തിൻ്റെ ഈശ്വരൻ, ദേഹത്തിൻ്റെ അവകാശി ആരാ? ഭാര്യയുടെ ദേഹത്തിൻ്റെ അവകാശി ഭർത്താവാണ്. അതേപോലെ സ്വാമി എന്നുള്ള അർത്ഥത്തിൽ ആ ദേഹത്തിൻ്റെ ഈശ്വരൻ നിലയ്ക്ക് കണക്കാക്കണം. സുഖത്തെ ധാരാളമായിട്ട് കൊടുക്കണം. മാനസികമായും ശാരീരികമായിട്ടും ഭൗതികമായിട്ടും ഇഷ്ടങ്ങളെയൊക്കെ കൊടുക്കും. ഉണ്ണാനും ഉടുക്കാനും വസിക്കാനും കൊടുക്കുമല്ലോ. അതേപോലെ ഏറ്റവും പ്രിയൻ എന്നുള്ള നിലയ്ക്ക് വാക്കുകളെ കൊണ്ടും പെരുമാറ്റങ്ങളെ കൊണ്ടും അനുഭവിപ്പിക്കലിനെ കൊണ്ടും ഒക്കെ അപ്പോൾ പ്രിയനായി. അപ്പോൾ ഐശ്വര്യം ഇങ്ങനെ ധാരാളം ഉണ്ടാവും. അതുകൊണ്ട് ഈശ്വരൻ. പ്രാണൻ്റെയും കൂടിയും നായകനാണ്, അതുകൊണ്ട് പ്രാണേശൻ. അതേപോലെ രതി ചെയ്തു കൊടുക്കും, അതുകൊണ്ട് രമണനായി. ഇതൊക്കെ ശരീരത്തിൻ്റെ ആവശ്യങ്ങളാണ്. ഇതിന് മനസ്സിനും സ്വസ്ഥത വേണമെങ്കിൽ ഇതൊക്കെ വേണം. അപ്പോൾ രമണനായിട്ടും പ്രാണേശനായിട്ടും ഈശനായിട്ടും പ്രിയനായിട്ടും മിത്രമായിട്ടും സ്വാമിയായിട്ടും കാന്തനായിട്ടും പതിയായിട്ടും ഭർത്താവായിട്ടും ഈ ഭർത്താവല്ലാതെ കണ്ട്, ഈശ്വര തുല്യനായിട്ട് ഭർത്താവല്ലാതെ കണ്ട് ഒരു സ്ത്രീക്ക് വേറൊരാളെ ആലോചിക്കാനില്ല. 100 മക്കളുണ്ടെങ്കിലും അതിനേക്കാൾ മീതെയാണ് സ്ഥാനം. അച്ഛനേക്കാൾ മീതെയാണ് ഭർത്താവിൻ്റെ സ്ഥാനം. 11 വയസ്സ് വരെ അച്ഛനുള്ളൂ, സഹോദരനൊക്കെ അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഈ മരണം വരെ ഭർത്താവിൻ്റെ ഒപ്പമാണ്. മക്കളും അതേപോലെ തന്നെ കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ അവരായിട്ടായി ബന്ധം. ഇത് ഇന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അനവധി ദോഷങ്ങൾ ഉണ്ടാവുന്നത്. ഒരു പരസ്പര പൂരകമായിട്ട് ജീവിക്കാൻ തയ്യാറാവാത്തത് കൊണ്ടാണ്, വിട്ടുവീഴ്ച തയ്യാറാവാത്തത് കൊണ്ടാണ്, സ്നേഹമില്ലാത്തത് കൊണ്ടാണ്, എന്തൊക്കെയോ ചിലത് കിട്ടണില്ല. അപ്പോൾ അതിലുള്ള വിഷമം കൊണ്ടാണ്. അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ശ്രമിക്കണം, രണ്ടുപേരും ഒരുമിച്ച് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുക വേണ്ടത്. ഹെൻപെക്കഡായിട്ട് ഭർത്താവും അതേപോലെ തന്നെ പതിവ്രതയായിട്ട് ഭാര്യയും ആയാൽ പിന്നെ അവിടെ വഴക്കുണ്ടാവില്ല, തമ്മിൽ സ്നേഹം ഉണ്ടാവും. അന്യരുടെ കുറ്റത്തെ കണ്ടുപിടിക്കല്ല വേണ്ട, കുറവുകളെ കണ്ടുപിടിച്ചിട്ട് അതിനെ ഇല്ലാണ്ടേക്കാൻ, അതിനെ പരിഹരിക്കാൻ എന്താ ചെയ്യുക വെച്ചാൽ അത് ചെയ്യാൻ വേണ്ട. അങ്ങനെയായാൽ സമാധാനം ഉണ്ടാവും. ഇത് 2 കുടുംബങ്ങൾക്കും സമാധാനം ഇല്ലാത്തൊരവസ്ഥ. അതാണ് പുരാണത്തെ ആശ്രയിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഗുണമുണ്ട്. നമ്മുടെ സ്വഭാവത്തെ മാറ്റാൻ സാധിക്കും. അത് അറിഞ്ഞ് പഠിച്ചാലേ പറ്റുള്ളൂ. ഇപ്പോൾ 100 മക്കൾക്ക് മീതെയാണ് രാധയുടെ ഈ അവിടെ രാധാസതയെ കല്യാണം കഴിക്കലൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിശ്ചല ആമട്ട. വൃന്ദാവനത്തിൽ വന്നിട്ടുള്ള രാധ ആദ്യം ജനിച്ചു. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് 12 വയസ്സ് കഴിഞ്ഞിട്ടൊക്കെയാണ് കൃഷ്ണൻ്റെ ജനനം. ജനിച്ച വഴിക്ക് തന്നെ ബ്രഹ്മാവ് രാധാകൃഷ്ണന്മാരെ കല്യാണം കഴിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ ഗോലോകത്തിലെ രാധ അങ്ങനെയല്ല, കൃഷ്ണനിൽ നിന്ന് രാധ ഉണ്ടായതാണ്. അവർ തമ്മിൽ വേർപാടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അവിടെ ഈ കാലം ഇവിടുത്തെ കാലം തമ്മിൽ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പം ഇങ്ങനെ രാധ കൃഷ്ണനെ പറ്റി, ഭർത്താവിനെ പറ്റിയിട്ട്, എനിക്ക് ഭർത്താവില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട്, എനിക്കെന്നല്ല എല്ലാവർക്കും ഒരുപോലെയല്ലേ, കൃഷ്ണവിരഹം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഭൂപ്രദക്ഷിണവും സർവതീർത്ഥസ്നാനവും അവ്വിധം യജ്ഞദക്ഷിണയും നാനാ തപസ്സുകളും അങ്ങനെ സർവവ്രതങ്ങളും സർവമഹാദാനങ്ങളും തഥാ പുണ്യങ്ങളേകുന്നവയെന്നോതും സർവോപവാസവും
ഗുരുശുശ്രൂഷ വേദാദിപാഠവും വിപ്രസേവയും ഭർത്തൃസേവാഫലത്തിൻ്റെ ഷോഡശാംശത്തോടൊത്തിടാം. ഗുരുദേവദ്വിജന്മാരിൽ വെച്ചും ഭർത്താവു താൻ ഗുരു, നരർക്ക് വിദ്യാദാതാവെ പോലെ നാരിക്കു കാന്തനും. ഇവിടെ എന്തൊക്കെ പുണ്യപ്രവർത്തികളാണ് നമ്മൾ മുക്തി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുക? ഭൂമിയെ പ്രദക്ഷിണം വയ്ക്കുക എന്ന തീർത്ഥാടനാദി കാര്യങ്ങൾ, അതേപോലെ യാഗയജ്ഞ പൂജ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അവിടെയൊക്കെ കൊടുക്കുന്നതായിട്ടുള്ള ദക്ഷിണ, അതേപോലെ സ്ഥിരമായിട്ട് ചെയ്യുക ക്ഷേത്രത്തിൽ പോവുകയോ പ്രദക്ഷിണം വയ്ക്കുകയോ നമസ്കരിക്കുകയോ നിത്യദാനങ്ങളോ ശ്രാദ്ധോ അതേപോലെ പാരായണാദികൾ, ഭാഗവതോ ഗീതയോ നാരായണീയോ എന്തായാലും വേണ്ടില്ല, രാമായണോ ഒക്കെ ആവാം. അപ്പോൾ ഇതൊക്കെ തപസ്സുകളാണ്. അതേപോലെ വ്രതങ്ങൾ, പിന്നെ മറ്റ് നിത്യനൈമിത്യങ്ങളായിട്ടുള്ള ദാനാദികൾ, ഉപവാസം, അതേപോലെ ഗുരു ശുശ്രൂഷ തൊട്ടുള്ള അച്ഛനെ അമ്മയെ മുത്തശ്ശിയെ ഒക്കെ ശുശ്രൂഷ ചെയ്യുക. കുട്ടികളെ ശുശ്രൂഷിച്ചാലും ഗുരു ശുശ്രൂഷ തന്നെയാണ്. അതേപോലെ വേദം പഠിച്ച് ബ്രാഹ്മണരെ സേവിച്ച് ഇതൊക്കെ പുണ്യം നേടിത്തരും. അതിനേക്കാൾ എത്രയോ മീതയാണ് ഭർത്താവിനെ സേവിക്കുക എന്നത്. ഗുരുവായാലും ദേവനായാലും ബ്രാഹ്മണനായാലും മറ്റ് എല്ലാറ്റിനേക്കാട്ടിലും മീതയാണ് ഭർത്താവിൻ്റെ സ്ഥാനം. അവിടെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. എല്ലാവർക്കും അവരവരുടെ ഭർത്താവാണ് ഏറ്റവും മീതെ. ലക്ഷകോടി ഗോപഗോപികൾക്കും ബ്രഹ്മാണ്ടമേതിനും എണ്ണമറ്റങ്ങവയിൽ വാഴുന്ന വസ്തുക്കളേതിനും ഗോലോകാന്തം വിശ്വഭാണ്ഡത്തിനുമാരു കനിഞ്ഞുതാൻ നാഥയായി അവനെ കണ്ടില്ല ഈ ഞാൻ സ്ത്രീ ചാപലത്തിനാൽ. രാധ സ്വയമേവ അവനവനെ മനസ്സിലാക്കി. ഗംഗയോടുള്ള ഈ നീരസം കാരണം എനിക്ക് എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കണില്ല, അതുകൊണ്ട് എൻ്റെ ഭർത്താവിനെ എനിക്ക് കാണാൻ സാധിക്കണില്ല. കൃഷ്ണ ഒന്നും പറഞ്ഞിറക്കണേ. കൃഷ്ണനോട് പറയാണ്, ഒന്നെൻ മുമ്പിലണഞ്ഞാലും നാഥനാഥ മനോരമ എന്നോതി കൃഷ്ണനെ ഭക്തിപൂർവം ധ്യാനിച്ചു രാധിക വാവിട്ടാൾ ദീനയായി പ്രേമവിരഹാതിനിമഗ്നയായി. ചാലേ വന്നാലുമെൻ ചാരേ കൃഷ്ണപ്രാണാധിനായക പ്രാണൻ പിടയ്ക്കുന്നു നാഥ മമ പ്രാണപ്രിയേശ്വര ഒന്നെൻ മുമ്പിലണഞ്ഞാലും നാഥനാഥ മനോരമ. രാധ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് ദക്ഷിണാദേവി അവിടെ നിന്ന് ലോകം വിട്ടു പോന്നു, ഗോലോകം വിട്ടു പോന്നു. എന്നിട്ട് ലക്ഷ്മിയുടെ അടുത്തെത്തി. അപ്പോൾ യജ്ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാധയ്ക്ക് പിന്നെ ആ ദർശനമൊക്കെ കൊടുത്തു കേട്ടോ, അതിൻ്റെ കഥ പറയുന്നുണ്ട്. അപ്പോൾ ഈ ദക്ഷിണയുടെ കാര്യം പറയാം. സുശീല അവിടെ നിന്ന് പോന്നു, ഈ ലക്ഷ്മിയിലേക്ക് ചേർന്നു. അപ്പോൾ യജ്ഞങ്ങൾ ധാരാളം ചെയ്യുന്നുണ്ടെങ്കിലും ഫലം ലഭിക്കണില്ല. ഇതെന്താ അതിങ്ങനെ? ബ്രാഹ്മണരൊക്കെ ആകെ ചർച്ചയായി. ബ്രഹ്മാവിൻ്റെ സദസ്സിൽ വെച്ച് ബ്രാഹ്മണരൊക്കെ ചർച്ചയായി. എന്ത് ചെയ്താലും ഒരു ഫലവും കാണാനല്ലോ ഈശ്വര, അതെന്താ അതിങ്ങനെ? അപ്പോൾ എല്ലാവരും വിഷ്ണുവിനെ ധ്യാനിച്ചു. എന്താ ഇങ്ങനെ ഫലം കിട്ടാത്തത്? ഭഗവാൻ വിഷ്ണു ആ താരിൽ തന്വീ ദേഹത്തിൽ നിന്നുമേ വിധിക്കു നൽകിനാൻ ദക്ഷിണാഖ്യയാം മർത്യലക്ഷ്മിയെ. അപ്പോൾ ധനം എന്നുള്ള നിലയ്ക്ക് ലക്ഷ്മി വിഷ്ണുവിലാണ് ഇരിക്കുന്നത്. ആ വിഷ്ണു ഈ ലക്ഷ്മിയെ ബ്രഹ്മാവിന് കൊടുത്തു. കർമ്മപൂർത്തിക്ക് അവളെ ആ യജ്ഞനേകി ചതുർമുഖൻ. അപ്പോൾ യജ്ഞൻ സുയജ്ഞൻ എന്നുള്ളൊരു അവതാരമുണ്ട് ഭഗവാൻ. ആ യജ്ഞന് ഈ ലക്ഷ്മിയെ ബ്രഹ്മാവിന് കിട്ടിയ വിഷ്ണുവിൽ നിന്നും കിട്ടിയതായിട്ടുള്ള ഈ ലക്ഷ്മി ചൈതന്യത്തെ കൊടുത്തു. അപ്പം അത് യജ്ഞൻ ആ ദേവിയെ ദോഷപൂർവം പൂജിച്ചു വാഴ്ത്തിനാർ. കോടിപ്പൊൻ അമ്പിളി തൻ കാന്തിയും തങ്കവർണ്ണവും പൂണ്ട്. ആ യജ്ഞൻ പൂജിച്ചതായിട്ടുള്ള ഈ ദേവിയാണ് ദക്ഷിണ. തൻ്റെ പത്നിയായിട്ട് വരാൻ വേണ്ടിയിട്ട് ലക്ഷ്മി ദക്ഷിണാരൂപത്തിലാണ് അവിടെ അവതാരം ചെയ്തത്. ആ യജ്ഞൻ ഈ ദക്ഷിണയെ വേട്ടു. അപ്പോൾ ഫലങ്ങൾ കുറച്ച് കിട്ടാൻ തുടങ്ങി. യജ്ഞന് ദക്ഷിണയിൽ ഉണ്ടായ മകനാണ് ഫലൻ. ദിവ്യം വർഷശതം യജ്ഞദേവൻ നിർജ്ജനഭൂമിയിൽ ആ മനോരമയോടൊത്തു രമിച്ചാൻ പ്രേമപൂർവകം
ഗർഭം ധരിച്ചാള ദേവി ദിവ്യം 12 വത്സരം പെറ്റാൾ പുത്രനെ ആ ബാലനത്രേ കർമ്മങ്ങൾ തൻ ഫലം. അപ്പോൾ ഈ ഫലം നൽകുന്നത് യജ്ഞനും ദക്ഷിണയും കൂടി ഒരുമിച്ച് നടക്കുന്ന സമയത്താണ്. അനവധി കാലം അവർ ഭാര്യാഭർത്താക്കന്മാരായിട്ട് ജീവിച്ചു. 12 കൊല്ലം ഈ ബീജത്തെ ദക്ഷിണ ധരിച്ചു, അത് പ്രസവിച്ചു. അപ്പോൾ ഫലൻ എന്ന പേരിലാണ് ഉണ്ടായത്. യജ്ഞൻ ദക്ഷിണയും തൻ്റെ സുതൻ ഫലനുമായി തഥാ കർമ്മത്തിൻ ഫലമേകുന്നു എന്ന് വേദജ്ഞർ തൻ മതം. അപ്പം അങ്ങനെയാണ് ഫലം കൊടുക്കുന്നത്. ദക്ഷിണ ഇല്ലാതെ കണ്ട് പറ്റില്ല. യാഗ, പൂജ, ദാനം എല്ലാറ്റിനും വേണം ദക്ഷിണ. അങ്ങനെ ഫലമേകുന്ന മകനും ദക്ഷിണാഭിധപത്നിയും ചേർന്നു താൻ യജ്ഞനേകുന്നു കർമ്മത്തിൻ ഫലമൊക്കെയും. ഒരു 3 പേരും കൂടിയിട്ട് ഒരുമിച്ചാണ് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അവിടെ സാന്നിധ്യം ഉണ്ടാവും. അങ്ങനെ കർമ്മം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ദക്ഷിണ കൊടുക്കണം. ദക്ഷിണ വൈകിക്കഴിഞ്ഞാൽ ക്ഷണനേരം കഴിഞ്ഞെന്നാൽ അത് ഇരട്ടിച്ചു നൽകണം. കർമ്മം കഴിഞ്ഞിട്ട് ദക്ഷിണ അപ്പം കൊടുത്തിട്ടില്ല വെച്ചാൽ പിന്നെ കുറച്ച് വൈകി കഴിഞ്ഞാൽ, ഒരു ക്ഷണം വൈകി കഴിഞ്ഞാൽ 1000 രൂപ കൊടുക്കണ്ടെങ്കിൽ 2000 രൂപ കൊടുക്കണം. പിന്നെ അത് ലക്ഷം, 3 കോടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് വളരും. കർമ്മം കഴിഞ്ഞിട്ട് ഉടനെ ദക്ഷിണ കൊടുത്തില്ല വെച്ചാൽ പിന്നീട് ആ കടം വിടില്ല. ആ കർമ്മം മഹാബലിക്ക് ചെന്ന് ചേരുന്ന. നിശ്ചിതം ദാനമേകാത്തോനതു വാങ്ങാത്ത വിപ്രനം കയററ്റ കുടം പോലെ നരകത്തിൽ പതിച്ചിടും. ദക്ഷിണ വാങ്ങാതിരിക്കുന്നതും തെറ്റാ. അപ്പം എനിക്ക് ദക്ഷിണ ഒന്നും വേണ്ട, ഞാൻ ചെയ്തുതരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും മഹാപാപ. അപ്പം അതുകൊണ്ട് ചോദിച്ച് വാങ്ങുവരുത്, കിട്ടുന്നത് വാങ്ങുകയും വേണം, മൂല്യം കുറയ്ക്കുവരുത്. ഇത് 3ഉം ശരിയാവണില്ല കലികാലത്തിൽ. വേണ്ടത്ര മൂല്യം അറിയാതെ കണ്ട് എന്തെങ്കിലും കൊടുക്കും. എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിന് പാപമാണ്. അതേപോലെ വാങ്ങുമ്പോൾ അതിൻ്റെ മൂല്യത്തിനനുസരിച്ച് വാങ്ങാതിരിക്കാൻ പാടില്ല. ദക്ഷിണ വാങ്ങുകയും വേണം. പിന്നെ വാങ്ങിയത് എങ്ങനെ ചിലവാക്കണോ എന്നുള്ളതാണ്. അത് സാത്വിക രീതിയിലാണ് ചിലവാക്കുന്നതെങ്കിൽ ഈ പ്രശ്നമില്ല. അപ്പോൾ അതിനെ പാപം ബാധിക്കില്ല. ഇത് പരസ്പര പൂരകമാണ്. കണക്ക് പറഞ്ഞ് കാശ് വാങ്ങി എന്ന് കൂട്ടുക, അതാണല്ലോ ഇപ്പോൾ വലിയ തെറ്റായിട്ട് വരിക. ആ കാശ് ചിലവാക്കുന്നത് എങ്ങനെ എന്ന് കൂടി ചിന്തിച്ചാൽ മതി. ധൂർത്തായിട്ടാണോ എല്ലാ കൊല്ലവും കാറ് മാറ്റുക, വീട് പോളിഷ് ചെയ്യുക, പോഷാക്കുക, ആർഭാട ജീവിതം, ഇതിനാണ് ആ കാശ് പോണെച്ചാൽ ആ കാശ് നഷ്ടം തന്നെയാണ്. നേരെ മറിച്ച് നല്ല കാര്യങ്ങൾക്കായിട്ട്, ദാനാദി കാര്യങ്ങൾക്കായിട്ട്, ഈ ഇഷ്ടാപൂർത്തങ്ങൾക്കൊക്കെ ചിലവാക്കുകയാണെന്ന് വെച്ചാലോ അത് വലിയ പുണ്യമായിട്ടാണ്. ഈ ദാനം കൊടുക്കുന്നയാൾക്കും കൂടി അതിൻ്റെ പുണ്യം കിട്ടും. അപ്പോൾ അത് ഈ ഡിമാൻഡിനനുസരിച്ച് അത് എന്താണെന്നുള്ളത് ശരിക്ക് അറിയാൻ സാധിക്കുന്നില്ല പലർക്കും. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഫലം വളരെ കൂടുതലാണ്. പരമ്പര പോലും നശിക്കും വേണ്ട രീതിയിൽ ദക്ഷിണ കൊടുക്കുകയും വാങ്ങുകയും ചെയ്തിട്ടില്ലെങ്കിൽ, മൂല്യം അറിഞ്ഞ് കൊടുക്കുകയും വാങ്ങുകയും ചെയ്തിട്ടില്ലെങ്കിൽ. ഈ കർമ്മത്തിൻ്റെ ഫലം മഹാബലിക്ക് വന്നു ചേരുകയും ചെയ്യും. കർമ്മം ദക്ഷിണയോടൊത്തേ ഫലസിദ്ധി അണഞ്ഞിടൂ, അതില്ല ഞാൻ തൽഫലത്തെ ഭുജിക്കുന്നു മഹാബലി. 9ാമത്തെ സ്കന്ധത്തിൽ 45ാമത്തെ അധ്യായത്തിൽ 66ാമത്തെ ശ്ലോകത്തിൽ ഇതിൻ്റെ പ്രമാണം പറഞ്ഞിരിക്കുന്നു. അതേപോലെ ശ്രദ്ധയോടു കൂടിയിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് ശ്രാദ്ധാദികൾ. അതേപോലെ ഗുരുനിന്ദ വരാൻ പാടില്ല. എങ്ങനത്തെ ഗുരുവായാലും വേണ്ടില്ല, ആ സമയത്ത് ഗുരുനിന്ദ ഒരിക്കലും വരാൻ പാടില്ല. ഇതൊക്കെ എല്ലാറ്റിലും പറഞ്ഞിട്ടുണ്ട്. ആ ഗോലോക ഗോപി നീ പണ്ട് ഗോപിമാരിൽ പ്രധാനയാൾ. സുശീലയാണേ ദക്ഷിണ. കൃഷ്ണപ്രേയസി നീ രാധാസഖി രാധാസമാനയാൾ. ഗോപികമാരിൽപ്പെട്ടതാ. അപ്പോൾ രാധയ്ക്ക് തുല്യമാണ്. രാധാ മഹോത്സവത്തിങ്കിൽ രാസക്രീഡയിൽ കൃത്തിക പൗർണമാസിയിൽ ലക്ഷ്മി ദക്ഷാംശത്തിലുണ്ടാവുകയാൽ ദക്ഷിണാഖ്യ നീ സൗശീല്യത്താൽ പണ്ട് സുശീലാഖ്യയായി വാണിരുന്നു നീ. യജ്ഞൻ സുദക്ഷിണ ആയിട്ടുള്ള ഈ സുശീലയെ സ്തുതിക്കുകയാണ്. ഗോലോകത്തിലെ സുന്ദരി, ഗോലോകത്തിലെ രാധയ്ക്ക് തുല്യമായിട്ടുള്ള ഗോപികമാരിൽ ഒരാളാണല്ലോ ഇപ്പോൾ എൻ്റെ പത്നിയായിട്ട് വന്നത്. ഇത് എൻ്റെ ഭാഗ്യം. അങ്ങനെയുള്ള ഈ ദക്ഷിണ എന്ന പേരിൽ വന്നിട്ടുള്ള എൻ്റെ പത്നിയായിട്ടുള്ള അമ്മയെ നമ്മൾ സാധാരണ പത്നിയെ അമ്മയായിട്ട് കണക്കാക്കാറില്ല. പത്നിയെ അമ്മയായിട്ട് കണക്കാക്കണം എന്നാ. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇന്ന് ആകെ പ്രശ്നമാവും. പത്നി എങ്ങനെയാണോ അമ്മയായിട്ട് കണക്കാക്കുക?
എന്നാൽ പിന്നെ എന്തിനാ എന്നൊക്കെ ചോദിക്കേ. അപ്പോൾ അത്രയും രണ്ട് തരത്തിലാണ് സ്വതേ ഉള്ളത്. മകളെ പോലും അമ്മയായിട്ട് കണക്കാക്കാം. പത്നിയെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും 2 ഭാവമേ ഉള്ളൂ സ്ത്രീക്കെന്നാ, പത്നീഭാവവും മാതൃഭാവവും. ദേവി ഭാഗവതം പറയണു പത്നി പോലും മാതൃഭാവത്തിലാണ് വേണ്ടത് എന്ന്. അപ്പോൾ എത്ര ഉയർന്ന ഒരു സ്ഥാനമാണ് സ്ത്രീക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ സ്ത്രീയുടെ സ്വഭാവം എത്ര നിർമ്മലമായിരിക്കണം, നിഷ്കാമമായിരിക്കണം, സമർപ്പിതമായിരിക്കണം, ലോകഹിതത്തിനാവണം, ലോകോപകാരമാവണം, ഭൂമിയോളം ക്ഷമ വേണമെന്നാ. അപ്പോഴേ മാതൃഭാവമൊക്കെ കിട്ടുള്ളൂ. കുമാത എന്ന ഭവതി. അപ്പോൾ കുഭാര്യ ഉണ്ടാവുമോ? അതാണ്. നിന്നെ കൂടാതുള്ള കർമ്മം അഖിലം നിഷ്ഫലം ശുഭേ. വിധാതാവോ കർമ്മരൂപി ഫലരൂപി മഹേശ്വരൻ യജ്ഞരൂപൻ വിഷ്ണു ഞാൻ, നീ മൂവർക്കും സാരരൂപിണി. സ്തുതിയിൽ പറയാണ്, ഫലമേകും പരബ്രഹ്മം പ്രകൃതി ഈശ്വരി നിർഗുണ. ഇപ്പോൾ ശതധൃതിയായിട്ടുള്ള ബ്രഹ്മാവ്, ഫലം കൊടുക്കുന്നതായിട്ടുള്ള മഹേശ്വരൻ, യജ്ഞം ചെയ്യുന്നതായിട്ടുള്ള ഞാൻ സുയജ്ഞൻ വിഷ്ണുവാണ്. എല്ലാവർക്കും സാരം അമ്മയാകുന്ന, ദുർഗയാകുന്ന, സുശീലയാകുന്ന, ദക്ഷിണയാകുന്ന, പരബ്രഹ്മാംശമാകുന്ന പ്രകൃതീശ്വരി തന്നെയായിട്ടുള്ള രാധാതുല്യായിട്ടുള്ള അവിടുന്നാണ്. യജ്ഞാധിഷ്ഠാതൃ ദേവതയാണ്, ലക്ഷ്മി അംശമാണ്. എനിക്ക് പത്നീപദം അങ്ങ് അനുവദിച്ചു തന്നതാണ്. അമ്മയെ ഞാൻ നമസ്കരിക്കുന്നു. യജ്ഞങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ശ്ലോകം പറയുന്നുണ്ട്. ശിവയജ്ഞം രുദ്രയജ്ഞം ബന്ധുകയജ്ഞം ശക്രയജ്ഞവും വൃഷ്ട്യർത്ഥമാം വാരുണവും വരുണയജ്ഞം വൈരിഘ്നം കണ്ടകാഖ്യവും ശുചിയജ്ഞം ധർമ്മയജ്ഞം പാപമോചനയജ്ഞവും ശുഭമേകം യോനിയജ്ഞം ബ്രഹ്മാണി കർമ്മയജ്ഞവും. പരമ്പര സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് രതി ചെയ്യുന്ന സമയത്ത് അതിനെ യജ്ഞം എന്ന നിലയ്ക്ക് കണക്കാക്കിക്കൊണ്ട് വേണം ചെയ്യുവാൻ. ഇത്ര ധൈര്യമായിട്ട് പുരാണത്തിൽ ഇങ്ങനെ ചേർക്കണമെങ്കിൽ ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞത് ആ രതിഭാവം പുത്രനാണെങ്കിൽ ഞാൻ തന്നെയാണ് അത്. ഭഗവാൻ പറഞ്ഞതാ, മഹാദേവനും അത് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ പുരാണങ്ങളിൽ ഓരോ കർമ്മങ്ങളിലും എത്രത്തോളം അതിൻ്റെ പ്രാധാന്യത്തെ ഈശ്വരഭാവത്തിൽ നമുക്ക് പറഞ്ഞു തരണു. അപ്പം അതിനെ ഉൾക്കൊണ്ട് വായിക്കുമ്പോൾ, ഉൾക്കൊണ്ട് അതിനെ മനസ്സിലാക്കുമ്പോൾ കിട്ടുന്നതായിട്ടുള്ള ഒരു സ്വഭാവത്തിൻ്റെ ശുദ്ധത, അത് ഓരോ പ്രകരണത്തിലും നമുക്ക് കിട്ടാൻ സാധിക്കും. ശ്രദ്ധിച്ച് വായിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും പൂജിപ്പൂ ദേവിയെ ധീമാൻ സാളഗ്രാമഘടാദിയിൽ. സാളഗ്രാമത്തിൽ അമ്മയെ ആവാഹിച്ച് അതിലേക്ക് പൂജിക്കുക. കലശം വെച്ച് അതിൽ വെള്ളം നിറച്ച് പ്രത്യേകമായിട്ടുള്ള ചില ചേരുവകളൊക്കെ ചേർക്കാനുണ്ട്. മന്ത്രബോധമാക്കിയിട്ട് ആ കലശത്തിലേക്ക് ദേവിയെ ആവാഹിച്ച് പൂജിക്കണം. ലക്ഷ്മി ദക്ഷാംസ സംഭൂതേ വന്ദിതേ കമലാകലേ കർമ്മങ്ങൾക്കൊക്കെയും ദക്ഷേ സർവകർമ്മഫലപ്രദേ ശുഭവും ബുദ്ധിയും നൽകും വിഷ്ണു ശക്തിസ്വരൂപിണി സുശീലേ ദക്ഷിണേ ശുദ്ധിരൂപേ കൂപ്പുന്നു നിന്നെ ഞാൻ. ആ അമ്മയെ ഈ സുയജ്ഞൻ ദക്ഷിണയെ ഇതുപോലെ സ്തുതിച്ചു പൂജ ചെയ്തത് ഓം ശ്രീം ക്ലീം ഹ്രീം ദക്ഷിണായൈ സ്വാഹ 10 അക്ഷരമുള്ള മന്ത്രങ്ങളെ കൊണ്ടാണ്. മൂലമന്ത്രം അതാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ ദക്ഷിണയെ ഇപ്രകാരത്തിൽ ഭൂമിയിലെത്തിച്ചത് രാധയുടെ ഈ ഒരു പ്രത്യേക ഭാവം കൊണ്ടാണ്. അങ്ങനെയുള്ള അമ്മ നമ്മെ എല്ലാ കർമ്മങ്ങൾക്കും ഫലമുണ്ടാകുവാൻ വേണ്ടിയിട്ട് നമ്മളെന്താ അതിൻ്റെ സൂത്രം ചെയ്യുക? അപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അവിടെ ദക്ഷിണ വാങ്ങാനൊന്നും ആരുണ്ടാവില്ല. നമ്മൾ ചോറും കൂട്ടാനും വയ്ക്കണം, അത് കർമ്മമാണേ. അപ്പോൾ അതെങ്ങനെയാണ് ദക്ഷിണ കൊടുക്കുക? ആർക്കാ ദക്ഷിണ കൊടുക്കുക? നമ്മൾ ചെയ്യുന്ന ഈ പ്രവൃത്തിക്ക്. അപ്പോൾ അതിനുള്ള സൂത്രവഴിയായിട്ട് പറഞ്ഞിരിക്കുന്നത് ഭണ്ഡാര സമർപ്പണമാണ്. അപ്പോൾ ഇന്നത്തെ ഭണ്ഡാരമൊന്നും ശരിയ, എന്തായാലും ഭണ്ഡാര സമർപ്പണം എന്നുള്ളത് ദേവന് കൊടുക്കുക എന്നതാണ്. ബ്രാഹ്മണന് ദേവന്, ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഉപയുക്തമായിട്ട് ഈ സുമംഗലികൾക്ക്, പിന്നെ ചെറിയ കുട്ടികൾക്ക്,
പിന്നെ ഒന്നുമില്ലാത്ത അശരണർക്ക്, ദീനർക്ക്, ഇങ്ങനെയുള്ളവർക്ക് ദാനം കൊടുക്കുക. അതൊക്കെ ദക്ഷിണയായിട്ടാണ് വരിക. അത് എല്ലാ കർമ്മങ്ങളും സഫലമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ഭാവത്തിൽ നമുക്കും ജീവിക്കുവാൻ നമ്മെ ഭഗവാൻ, നമ്മെ ഈ ഭഗവതി, മഹാദേവൻ, സൂര്യദേവൻ വേണ്ട രീതിയിൽ ഈ രാധാകൃഷ്ണന്മാർ നമ്മെ പ്രേരിപ്പിക്കുമാറാകട്ടെ. വിനയം നമുക്ക് എപ്പോഴും കിട്ടുമാറാകട്ടെ. അതിനുവേണ്ടി ഈ വാക്കുകൾ ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. സർവത്ര ശ്രീമദ് ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവി നമ, ശ്രീ മഹാദേവി നമ. ഇപ്പോൾ 9ാമത്തെ സ്കന്ധത്തിൽ 45ാമത്തെ അധ്യായമാണ് പറഞ്ഞത്. അതിൽ 13ാമത്തെ അധ്യായം ഒന്ന് കൂട്ടിച്ചേർത്തു. രണ്ടും കൂടിയിട്ട് ചെറിയൊരു കണക്ഷനുണ്ട്. അതാണ് ഇങ്ങനെ ധാരാളം കഥകൾ ദേവി ഭാഗവതത്തിൽ നമ്മുടെ സ്വഭാവത്തെ മാറ്റാനായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നു.